മൊത്ത കഥയുടെ പേര് ശ്രദ്ധിച്ച് കേട്ടോ. ദ ട്രാവലേഴ്സ് ആൻഡ് ദ പ്ലെയിൻ ട്രീ. ട്രാവലേഴ്സ് എന്ന് വെച്ചാൽ എന്താ? യാത്രക്കാരും. ഒരു പ്ലെയിൻ ട്രീന്ന് കൊണ്ട് പ്ലെയിൻ ട്രീന്ന് എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ പ്ലെയിൻ ട്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കുകയും കായ്ക്കുകയും ഫ്രൂട്ട്സ് ഉണ്ടാവാത്ത മരങ്ങളെയാണ് എന്താന്ന് പറയുന്നത്? പ്ലെയിൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ദ ട്രാവലേഴ്സ് ആൻഡ് ദ പ്ലെയിൻ ട്രീ. Two travelers were walking along a bare and dusty road in the heat of a summer's day. അതായത് രണ്ട് യാത്രക്കാർ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തിൽ വളരെ പൊടി പിടിച്ചിട്ടുള്ളതും വളരെ അങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ലാത്ത പറയാം ബെയർ ആൻഡ് ഡസ്റ്റി റോഡിൽ കൂടെ അവർ സമ്മറിൻ്റെ വേനൽക്കാലത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന ദിവസങ്ങളിൽ നടന്നു പോവുകയായിരുന്നു. കമ്മിങ് പ്രസൻ്റ്ലി ടു എ പ്ലെയിൻ ട്രീ ദി ജോയ്ഫുള്ളി ടേൺഡ് aside to get shelter from the burning rays of the sun in the deep shade of its spreading branches. അതായത് അവർ പെട്ടെന്ന് ഒരു പ്ലെയിൻ ട്രീയുടെ അടുത്ത് എത്തിച്ചേർന്നു. പ്ലെയിൻ ട്രീയുടെ അടുത്ത് എത്തിച്ചേർന്നിട്ട് ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ആ ട്രീയുടെ ബ്രാഞ്ചസ് ഉണ്ടാവുമല്ലോ, പല പല ചില്ലകളുണ്ടാവില്ലേ, ഇലകൾ നിറഞ്ഞ ചില്ലകളൊക്കെയുള്ള അവിടെ അവരെന്ത് ഷെൽട്ടർ അഭയം കണ്ടെത്തി. ഭയങ്കര ചൂടായിരുന്നു. ബേണിംഗ് റേസ്, ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ ചൂടിൽ നിന്നും അവർക്ക് ആ ഇലകൾ, ആ ശിഖിരങ്ങൾ അല്ലെങ്കിൽ ആ ചില്ലകൾ അവർക്ക് തണുപ്പ് പകർന്നു. അവർക്ക് ഷെയ്ഡ് കൊടുത്തു. ഷെയ്ഡ് എന്ന് വെച്ചാൽ എന്താ? തണലേകി. As they rested, looking up into the sky, one of them remarked to his companion, "What a useless tree the plain is. It bears no fruit and is of no service to man at all." കുറേ നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ആ ട്രീയുടെ, രണ്ടുപേരാണ് ഒരു കമ്പാനിയൻ, ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ട്രീയുടെ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ, ഈ ട്രീ പൂക്കുകയും കായ്ക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. എന്തൊരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു ട്രീ അത്. അത് വലിയ ഉപകാരം, പൂക്കുകയും കായ്ക്കുകയും ഇല്ലാത്തത് ഉപകാരമില്ലാത്തതെന്ന് അയാൾ പറഞ്ഞു. യൂസ്ലെസ് ആണെന്ന് പറഞ്ഞു. എന്താണ് യൂസ്ലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉപകാരമില്ലാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ബിയേഴ്സ് നോ ഫ്രൂട്ട്, അത് പഴങ്ങളൊന്നും തരുന്നില്ല, വലിയ സർവീസസ് ഒന്നും മനുഷ്യർക്ക് കൊടുക്കുന്നില്ല എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ പ്ലെയിൻ ട്രീക്ക് ദേഷ്യം വന്നു. പ്ലെയിൻ ട്രീക്ക് ദേഷ്യം വന്നിട്ട് മുഖം നോക്ക്, കണ്ണൊക്കെ തുറപ്പിച്ചു. അപ്പോൾ എന്ത് പറ്റി? ദ പ്ലെയിൻ ട്രീ ഇൻ്ററപ്റ്റഡ് ഹിം വിത്ത് ഇൻഡിഗ്നേഷൻ. അതായത് ഇൻ്ററപ്റ്റഡ്, അതായത് ഇടയിൽ കയറിയിട്ട് പ്ലെയിൻ ട്രീ ഇൻ്ററപ്റ്റ് ചെയ്തു ദേഷ്യം കൊണ്ട്. യു അൺഗ്രേറ്റ്ഫുൾ ക്രിയേച്ചേഴ്സ്, അതായത് നിങ്ങൾ നന്ദിയില്ലാത്ത ജീവികളെ. ഇറ്റ് ക്രൈഡ്, അത് കരഞ്ഞു. യു കം and take shelter under me from the scorching sun, and then in the very act of enjoying the cool shade of my foliage you abuse me and call me good for nothing. അതായത് നിങ്ങൾ ഈ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് നിങ്ങൾ, അതായത് തീയാളുന്ന ഈ സൂര്യൻ്റെ ഇതിൽ നിങ്ങൾ അഭയം കണ്ടെത്തിയത് എൻ്റെ തണലിലാണ്. നിങ്ങൾ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആവോളം നിങ്ങൾ കൂൾ ഷെയ്ഡ് ഓഫ് മൈ ഫോളിയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന സസ്യജാലങ്ങളും അതിൻ്റെ ചില്ലകളിലുണ്ടാകുന്ന ഇതിനെയൊക്കെയാണ്, ചെടികളെയും ഇലകളെയും ഒക്കെയാണ് ഫോളിയേജ് എന്ന് പറയുന്നത്.
അപ്പോൾ കൂൾ ഷെയ്ഡ് ഓഫ് മൈ ഫോളിയേജ്, തണലൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങളെന്നെ അബ്യൂസ് ചെയ്യുകയാണല്ലേ, നിങ്ങളെന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ ഒന്നിനും കൊള്ളാത്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഗുണപാഠം എന്താ? മെനി എ സർവീസ് ഇസ് മെറ്റ് വിത്ത് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഒരുപാട് സർവീസസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്ക് എന്തുണ്ടാവാൻ നന്ദികേടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അനിരുദ്ധിന് മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങൾ കുറേ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്തുണ്ടാവും, നമുക്ക് ഒരുപാട് സർവീസസ് കിട്ടുമ്പോൾ നമ്മൾക്ക് നന്ദി ഉണ്ടാവില്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. മനസ്സിലായോ? ആ ട്രീ തണൽ നൽകിയത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേടാ? നന്ദിയുള്ളവരാവണം. കിട്ടിയ കാര്യങ്ങളിൽ എന്തായിരിക്കണം? ഗ്രേറ്റ്ഫുൾ ആവണം. അത് തണൽ നൽകിയെങ്കിൽ അതിനേക്ക് എല്ലാം ഒന്നും യൂസ്ലെസ് ആയിട്ടുള്ളതില്ല, ഓരോന്നിനും ഓരോ ഉപയോഗമുണ്ട്. മനസ്സിലായില്ലേ? The travelers and the playing tree.